ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 19 നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മാർ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ. ഒത്തിരിയേറെ സുഹൃതങ്ങളും പുണ്യങ്ങളും നിറഞ്ഞ ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. ശാന്തതയും സമാധാനവും സ്വസ്ഥതയും തന്റെ ജീവിതത്തിൽ ആഴത്തിൽ അനുഭവിച്ച ഒരു മഹാവിശുദ്ധൻ. യോസേപ്പ് പിതാവ് വളരെ ശാന്തനായിരുന്നു. തന്റെ ജീവിതത്തില് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നപ്പോൾ അവിടെയൊന്നും ഒച്ചപ്പാടും ബഹളവും അസ്വസ്ഥതയും ഒന്നും കാണിക്കാതെ ശാന്തതയോടുകൂടി ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ആ പുണ്യപിതാവിന്റെ വിവേകമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകുന്നു, ഭയവും ഉത്കണ്ഠയും ഉണ്ടാകുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ നാം പകച്ചു നിൽക്കുന്നു. ആ നിമിഷങ്ങളിലൊക്കെ നമ്മെ നയിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ നിഷേധാത്മകമായ വികാരങ്ങളും നെഗറ്റീവ് ചിന്തകളും ഒക്കെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ശാന്തമായി കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. വിവേകത്തോടുകൂടി യോസേപ്പ് പിതാവിനെ പോലെ ആ പ്രശ്നങ്ങളെയൊക്കെ അപ്പോഴാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. യോസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ അധ്വാന ജീവിതമാണ്. കുടുംബത്തിനു വേണ്ടി രാപകൽ അത്യന്തം അധ്വാനിച്ച ഒരു വിശുദ്ധൻ. യോസേപ്പ് പിതാവിന്റെ അധ്വാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ടാണ് അത് നിറവേറ്റിയിരുന്നത്. എത്ര ഭാരമേറിയ ജോലിയായിരുന്നെങ്കിലും അവയൊക്കെ നിസ്സാരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചതും തന്റെ എല്ലാ ജോലികൾക്കും പ്രവർത്തനങ്ങൾക്കും വിജയം കൈവരിക്കാൻ സാധിച്ചതും ഈശോയുടെ സാന്നിധ്യവും സഹവാസവുമായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ അതിനൊക്കെ വിജയം വരിക്കുവാൻ ഫലമണിയുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ യോസേപ്പിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തിരസ്കരണങ്ങളും തെറ്റിദ്ധാരണകളും അവഗണനകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും പലതരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നപ്പോഴുമെല്ലാം യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ അവയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിച്ചത് ദൈവപിതാവിനുള്ള ആശ്രയമായിരുന്നു. മാതാവിനെയും ഉണ്ണിയെയും തന്നെ പരിമേൽപ്പിച്ചത് സ്വർഗീയ പിതാവാണെന്നുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും യോസേപ്പ് പിതാവിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും ഒത്തിരിയേറെ പ്രശ്നങ്ങള്, ക്ലേശങ്ങള് കടന്നു വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, ജോലിയില്ലാത്ത അവസ്ഥ, മക്കളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശരാകുന്നു, എന്ത് ചെയ്യണമെന്ന് സാധിക്കാതെ നീറിക്കഴിയുന്ന അവസ്ഥ. യോസേപ്പ് പിതാവിനെ പോലെ ദൈവപിതാവിന്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയം വെക്കാം. പിതാവായ ദൈവമാണ് ഇവയോരോന്നും നമുക്ക് ഏൽപ്പിച്ചു തന്നത് എന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.